നിത്യജീവിതത്തിൽ നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സംഭവങ്ങളെയും വസ്തുതകളെയും ആത്മീയ തലത്തിൽ വിചിന്തനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ദൈവരാജ്യ ചിന്തകൾ. ദൈവരാജ്യ ചിന്തകൾ എന്ന ഈ പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ഹാലോവീനെ പറ്റിയാണ്. ഇന്ന് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ പ്രത്യേക മേഖലകൾ മാത്രമല്ല പലയിടങ്ങളിലേക്ക്, പല രാജ്യങ്ങളിലേക്കും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഹാലോവീനെ പറ്റി നമുക്ക് ചിന്തിക്കാം. അനാചാരങ്ങളുടെ ഹാലോവീൻ. ഒക്ടോബർ 31 സകല ഭൂത പ്രേതങ്ങൾക്കും ആഘോഷിക്കാൻ ഒരു ദിവസം. യൂറോപ്പിലും അമേരിക്കൻ ഭൂഖണ്ഡത്തിലും ചെകുത്താന്മാർ വിഹരിക്കുന്ന ദിനമാണെന്ന്. വിചിത്ര രൂപങ്ങൾ വിവിധ ഭാവപ്രകടനങ്ങളോടെ ഭീതിയുടെ വേഷപ്പകർച്ചകളുമായി ഉറഞ്ഞുതുള്ളുമ്പോൾ അജ്ഞത മൂലമോ അറിഞ്ഞിട്ടും അജ്ഞത നടിക്കുന്നതുകൊണ്ടോ അനേകർക്കും ഇത് കേവലം കുട്ടിക്കളി മാത്രമാണ്. കുറച്ച് മധുരപലഹാരങ്ങൾ കൈവശമാക്കാൻ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന വികൃതികളെന്ന് കരുതുന്നവർ ധാരാളമാണ്. ഹാലോവീൻ എന്നറിയപ്പെടുന്ന ഇത് കേവലം നിർദോഷമായ ബാലചേഷ്ടയായി കരുതാനാകുമോ? ചരിത്രത്തിന്റെ ഇടനാഴിയിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിനോക്കിയാൽ ആപൽക്കരങ്ങളായ കുറെ അനാചാരങ്ങൾ ഇതിന്റെ പിന്നിൽ കാണാൻ കഴിയും. ഹാലോവീന്റെ ശരിയായ ചരിത്രം ആരംഭിക്കുന്നത് 2000 വർഷങ്ങൾക്ക് മുൻപാണ്. യൂറോപ്പിന്റെ ഭാഗമായ അയർലൻഡിലും യുണൈറ്റഡ് കിങ്ഡത്തിലും വടക്കൻ ഫ്രാൻസിലും വേരുകളുള്ള സെൽറ്റിക് മതത്തിന്റെ സമാഹിൻ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ആഘോഷം രൂപപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി ശക്തികളെ ആരാധിക്കുകയും മരണപ്പെട്ട ആത്മാക്കളുമായി സംവാദിക്കുകയും ചെയ്തിരുന്ന ഇക്കൂട്ടർ നവംബർ 1 പുതുവർഷം ആചരിച്ചിരുന്നത്. സെൽറ്റിക് വിശ്വാസമനുസരിച്ച് പുതുവർഷ തലേന്ന്, അതായത് ഒക്ടോബർ 31 മരിച്ചവരുടെ ലോകവും ജീവനുള്ളവരുടെ ലോകവും തമ്മിലുള്ള അതിർത്തി വളരെ ദുർബലമായിരിക്കും. ആ സമയത്ത് പ്രേതലോകത്തു നിന്നും അകഞ്ഞുതിരിഞ്ഞെത്തുന്ന ആത്മാക്കൾ ജീവനുള്ളവരുടെ ലോകത്ത് പ്രവേശിച്ച് മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവൻ അപഹരിക്കുമത്രേ. അതിനാലാണ് ധാരാളം മനുഷ്യരും മൃഗങ്ങളും ചത്തൊടുങ്ങുന്നതെന്നായിരുന്നു അവരുടെ വിശ്വാസം. എന്നാൽ കടുത്ത ശൈത്യത്തെ അതിജീവിക്കാനാവാതെ ജനങ്ങൾ അക്കാലത്ത് മരിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ ജീവൻ അപഹരിക്കാനെത്തുന്ന പ്രേതങ്ങളെ പ്രസാദിപ്പിക്കാൻ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും അസ്ഥികൾ കൂട്ടിക്കത്തിക്കുക, അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കളുടെ വിശപ്പകറ്റാൻ ഭക്ഷ്യധാന്യങ്ങൾ കത്തിക്കുക, മൃഗങ്ങളെ യാഗം കഴിക്കുക, സമ്മാനങ്ങൾ പരസ്പരം കൈമാറുക തുടങ്ങിയ ആചാരങ്ങൾ സെൽറ്റിക് സമൂഹം ചെയ്തു പോന്നു. ഇത്തരം ആഘോഷങ്ങൾ നടത്തുമ്പോൾ മൃഗങ്ങളുടെ തലയോട്ടികളും തോലും ധരിച്ച് പ്രാകൃതവും പൈശാചികവുമായ വേഷങ്ങളണിഞ്ഞ് ഒരാൾ മറ്റൊരാളോട് ഭാവിപ്രവചനങ്ങൾ പറയാറുണ്ട്. AD 43 റോമൻ സൈന്യം ഭൂരിഭാഗം സെൽറ്റിക് അധിനിവേശ പ്രദേശങ്ങളും പിടിച്ചടക്കിയതിനെ തുടർന്ന് റോമൻ ഭൂത നമസ്കാരവും സെൽറ്റിക് ആഘോഷമായ സമാഹീനും ഒരുമിച്ച് ചേർന്ന് ഒക്ടോബർ അവസാന ദിവസവും നവംബർ 1 പ്രേതാരാധന ദിനമായി ആഘോഷിച്ചു വന്നു. എന്നാൽ AD 800കളിൽ കത്തോലിക്ക സഭയുടെ സ്വാധീനം സെൽറ്റിക് മേഖലയിൽ വന്നപ്പോൾ കൂടുതൽ ജനപ്രീതിയുള്ള പ്രസ്തുത പ്രേതാരാധനയെ നീക്കം ചെയ്യാതെ സഭ അതിനൊരു ക്രിസ്തീയ മുഖം നൽകുകയുണ്ടായി. പോപ്പ് ബോണിഫസ് 4 നവംബർ 1 സകല വിശുദ്ധന്മാരെയും രക്തസാക്ഷികളെയും ഓർമ്മിക്കുന്ന ദിനമായി പ്രേതാരാധനയെ മാറ്റുകയുണ്ടായി. മുമ്പ് ഇത് മെയ് മാസത്തിലായിരുന്നു ആചരിച്ചു പോന്നത്. നേരത്തെ ചെയ്തു വന്നിരുന്നതുപോലെയുള്ള വേഷപ്രകടനങ്ങളും അസ്ഥിദഹനവും മറ്റും കത്തോലിക്ക വിശ്വാസികളും അതുപോലെ പിന്തുടർന്നു. എല്ലാറ്റിന്റെയും മുൻപിൽ ഒരു കുരിശ് നാട്ടിയാൽ സകലതും ക്രിസ്തീയമായി തീരുമല്ലോ. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. കൂടാതെ ഭൂതപ്രേതാദികളെ പ്രസാദിപ്പിച്ച് അപകടമൊഴിവാക്കാനായി സമ്മാനങ്ങളും കൈമാറിയിരുന്നു. ഇന്നത്തെ ഹാലോവീൻ ആഘോഷത്തിലെ ട്രിക്ക് ഓർ ട്രീറ്റിന്റെ ആദിമ രൂപമാണിത്. 19ാം നൂറ്റാണ്ടിൽ സ്കോട്ട്ലൻഡിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തവരാണ് ഈ സാത്താന്യ ഉത്സവം അമേരിക്കയിലേക്ക് എത്തിക്കുന്നത്. ജാക്കോ ലാന്റേൺ എന്ന മത്തങ്ങ വിളക്ക് ഹാലോവീന്റെ പ്രധാന ആകർഷണമാണ്. പുരാതന കാലത്ത് അത് സ്വസ്ഥതയില്ലാതെ അലഞ്ഞുതിരിയുന്ന ആത്മാക്കളെ പ്രതിദാനം ചെയ്തിരുന്നു. ഇത്തരം ആത്മാക്കളുടെ പ്രതീകമായി ഐറിഷുകാർ പണ്ട് ടർണിപ്പുകളിലും ബീഡ്സിലും വിവിധ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കിയിരുന്നു. എന്നാൽ അമേരിക്കയിൽ കുടിയേറിയ ഐറിഷുകാർക്ക് വേണ്ടത്ര ടർണിപ്പ് കിട്ടാതെയായപ്പോൾ അവിടെ സുലഭമായിരുന്ന മത്തങ്ങയിൽ ചിത്രപ്പണികൾ തുടങ്ങി. ടർണിപ്പിലോ മത്തങ്ങയിലോ കൊത്തിവയ്ക്കുന്ന ആത്മാക്കളുടെ രൂപം കാണുമ്പോൾ ദുർഭൂതങ്ങൾ പ്രസ്തുത ഭവനങ്ങളെയും അവിടെ പാർക്കുന്നവരെയും വിട്ട് ഓടിപ്പോകുമെന്നാണ് വിശ്വാസം. വവ്വാലും അല്ലെങ്കിൽ കടവാവൽ, മൂങ്ങ, കറുത്ത പൂച്ച ഇവയൊക്കെ മരിച്ച ആത്മാക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നുവെന്നും അന്ന് വിശ്വസിക്കപ്പെട്ടിരുന്നു. മന്ത്രവാദികളും മന്ത്രവാദിനികളും കറുത്ത പൂച്ചയുടെ രൂപത്തിൽ സഞ്ചരിച്ചിരുന്നു എന്നത് മധ്യകാലഘട്ടത്തിലെ ഒരു വിശ്വാസമായിരുന്നു.
ഇന്ന് ഹാലോവീനുമായി ബന്ധപ്പെട്ട് ധാരാളം ചടങ്ങുകൾ നിലവിലുണ്ട്. കച്ചവട കണ്ണുമായി കുത്തക കമ്പനികൾ രംഗത്തുള്ളപ്പോൾ എല്ലാത്തരം സാത്താന്യ രൂപങ്ങളും ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. ഹാലോവീൻ ദിനങ്ങളിൽ പല ഭവനങ്ങളും പൈശാചിക ഭാവവും രൂപവും കൈവരിക്കും. ദുഷ്ടാത്മാക്കളുടെ മർമ്മരങ്ങളും ദുർഭൂതങ്ങളുടെ അലർച്ചയും അട്ടഹാസങ്ങളും അനേകം വീടുകളിൽ നിന്നുയരും. മിഠായിയും കാൻഡിക്കോണുകൾക്കുമായി കറങ്ങി നടക്കുന്ന കൊച്ചു ചെകുത്താൻ കൂട്ടങ്ങൾ തെരുവുകൾ കൈയടക്കും. കുട്ടികളെ പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ലൈംഗിക മാനസിക രോഗികളും ഈ അവസരം നന്നായി മുതലാക്കും. എല്ലാം വീക്ഷിക്കുന്ന യഥാർത്ഥ സാത്താൻ കൂട്ടർക്ക് സന്തോഷിക്കാം. പുരാതന ലോകത്ത് പ്രകൃതിശക്തികളെ ദൈവമായി കണ്ട് ആരാധിച്ചിരുന്ന പ്രാകൃത മനുഷ്യരെക്കാൾ അല്പം പോലും ബോധതലത്തിൽ വളർന്നിട്ടില്ലാത്ത ആധുനിക മനുഷ്യന്റെ കോപ്രായങ്ങൾ കണ്ട് സാത്താൻ ഊറിച്ചിരിക്കുന്നുണ്ടാകും. അമേരിക്കൻ യൂറോപ്യൻ പട്ടണങ്ങളിൽ അതിവേഗം സാത്താനാരാധനകൾ വ്യാപകമായി തീർന്നിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഭൂതത്തിന്റെയും പിശാചിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഭയപ്പെടുത്തി അനുസരിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ദുഷ്ടനും ചതിയനുമായ സാത്താനെയും സംഘത്തെയും പോപ്പുലറാക്കി ഭയരഹിതരാക്കി മാറ്റുക മാത്രമല്ല, അവരൊക്കെ പുതിയ തലമുറയുടെ കൂട്ടുകാരായി മാറുകയാണ്. പരമ്പരാഗത ക്രിസ്തീയ ഭവനങ്ങൾ പോലും ഇന്ന് ഹാലോവീൻ സംഘത്തിന് സ്വാഗതമേകുന്നു. മിക്ക ആചാരങ്ങൾക്ക് പിന്നിലും ഏറ്റവും കുറഞ്ഞത് ഒരു നല്ല ഗുണപാഠമെങ്കിലും ഉണ്ടാകും. ഹാലോവീൻ പോലുള്ള ആഘോഷങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുപ്പാൻ എന്താണുള്ളത്? ദുഷ്ടശക്തികളെ മഹത്വവൽക്കരിക്കുകയാണ് ഹാലോവീൻ ചെയ്യുന്നത്. കണ്ണിൽ കാണുന്ന ഏതാചാരത്തെയും ജനപ്രീതിക്ക് വേണ്ടി പേരും നാളും മാറ്റി വിശ്വാസികൾക്ക് ആഘോഷിക്കാൻ കൊടുക്കുന്ന ക്രിസ്തീയ സഭാ നേതൃത്വം ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലോകത്ത് നന്മ വിതറിയ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ വാക്കുകളും പ്രവൃത്തികളും ലോകത്ത് നിന്നും തുടച്ചു മാറ്റുവാൻ തിടുക്കം കാട്ടുന്നവർ സകല പ്രശ്നങ്ങളുടെയും കാരണക്കാരനായ സാത്താനും സൈന്യത്തിനും മംഗളഗാനം പാടുകയാണ്. ഹാലോവീൻ കേവലം പക്വതയില്ലാത്ത ബാലസംഘത്തിന്റെ നിർദോഷമായ ആഘോഷമായി എഴുതിത്തള്ളരുത്. മറിച്ച് ദൈവനിഷേധവും സാത്താൻ ആരാധനയുടെയും ബാഹ്യരൂപമാണിതെന്ന് നാം തിരിച്ചറിയുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവാന്മാരാക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.